Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ? ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നേ? Yes, ma'am. ഇന്ന് കഴിച്ചില്ല. എന്നും കഴിക്കുന്ന ഇന്ന് കഴിച്ചില്ല. കഴിച്ചിട്ടില്ല? ദീപ കഴിച്ചിട്ടില്ല? കഴിച്ചില്ല, സമയം കിട്ടിയില്ല. ഇത് പറ്റിയ സമയം കിട്ടാൻ ഇനി എത്ര മണിയാവും? 2:30 കഴിയുമല്ലോ ക്ലാസ് കഴിയുമ്പോ. അതെ 1 മണിക്ക് എന്നും കഴിക്കുന്നതാ. പക്ഷെ ഇന്ന് സ്കൂളിൽ പോണമായിരുന്നു. മോന്റെ ടെക്സ്റ്റും യൂണിഫോം ഒക്കെ വാങ്ങാൻ. എല്ലാം പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ. 1 മണി 1:15 ആയി. അപ്പൊ പിന്നെ കഴിക്കാനുള്ളതൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേനും സമയമാകത്തില്ല. കുഴപ്പമില്ല, 2:30 ആകുമ്പോ അവന് കഴിക്കാനുള്ള മുന്തിരിങ്ങയും അങ്ങനെയൊക്കെ കുറച്ച് അവന് ഇപ്പൊ ആശ്വസിപ്പിച്ചിരുത്തി അങ്ങനെയുള്ളത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. ഓക്കെ. മഴയൊക്കെ ഉണ്ടോ ഇവിടെ? എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടോ? മഴയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തയ്യാർ ആരാണ്? Ma'am, ഞാൻ പറയാം. Good afternoon, everyone. Dear God, thank you for this new day and opportunity to learn. When we get into this classroom, Hello, you should. ma'am. Hello. Network. Ma'am, prayer പറയട്ടെ. പറഞ്ഞോളൂ കേട്ടോ. Good afternoon, everyone. Dear God, thank you for this new day and opportunity to learn. When we get into this classroom, you should have with us. Please guide our mind and heart as we engage in this class. Move all obstacles in our mind and help us understand the teacher sharing. Thank you. ഓക്കെ, സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ. ഞാനാണ് മാം. ജിസ്ന റിജോ. ഓക്കെ. Yes, ma'am. Good afternoon, everyone. Good afternoon, ma'am, and my dear friends. I am so happy to see you all together here. A big thanks to each and everyone present here. I heartily welcome our dear teacher for joining with us, and I also welcome my friends that are present here. Once again, I welcome all of them to today's class. Welcome all. ഓക്കെ. Then thought of the day. Quote of the day. The roots of education are bitter, but the fruit is sweet. These words are by Aristotle. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അതായത് വിദ്യാഭ്യാസം നേടുന്നത് കഠിനമായ കാര്യമാണെങ്കിലും അതിന്റെ പ്രയോജനങ്ങൾ അതിശയകരമായിരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചോ? കഴിഞ്ഞ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ തിങ്ക് ചെയ്തോ? നിങ്ങളുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഓർമ്മയിൽ വന്നോ ഈ കാര്യം പറഞ്ഞപ്പോ? അന്ന് രാത്രി എന്തെങ്കിലും ആലോചിച്ചോ നിങ്ങള്? ഇല്ല, ഒന്നും ആലോചിച്ചില്ല. മിസ്സേ, എന്റെ മോനെ, ഹലോ, എന്റെ മോനെ അവനൊരു 5-6 വയസ്സുള്ളപ്പോ അവിടെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു. ഉച്ചക്ക് എല്ലാരും ഒരു 3-4 മണിയൊക്കെ ആയിക്കാണ്, എല്ലാരും ഉറക്കായിരുന്നേ. അപ്പൊ അമ്മ അച്ഛന് ഈ ചായ കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. തിളച്ച ചായയായിരുന്നു. അപ്പൊ എന്റെ മോൻ പുറകെ കൂടെ ഓടിയിട്ട് അവന്റെ ദേഹത്തേക്ക് വീണു ചായ. വീണിട്ട് അമ്മ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ ശരിയായി, പക്ഷെ ആ പാട് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ അവന് 18 വയസ്സായി. ഇപ്പൊ 18 വയസ്സായി. എത്ര വയസ്സുള്ളപ്പോഴാണ് ഇപ്പൊ നടന്നത് ഈ ചായ? 5-6 വയസ്സ്. 5-6 വയസ്സുള്ളപ്പോഴാണല്ലേ? ഇപ്പോഴും കുട്ടിയുടെ ദേഹത്ത് പാടുണ്ടല്ലേ?
ഇപ്പൊ ആ ഇത് കുറഞ്ഞു, പക്ഷെ ആ പാടുണ്ട് ഇപ്പോഴും. രാജലക്ഷ്മി ആ ഇപ്പോഴും ഉണ്ട് അപ്പൊ അല്ലേ? അപ്പൊ തന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലേ നിങ്ങള് അല്ലേ? ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ആ തുണി അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നത് കൊണ്ടേ അത് വല്ലാണ്ട് ഇതായിരുന്നു, വല്ലാണ്ട് ഇഞ്ചുറി ആയിരുന്നു അവനന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ രാജലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും, അതായത് നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാവും നമ്മുടെ അശ്രദ്ധ കൊണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങള് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എന്താ പറയാ, നമ്മള് ഭയങ്കരമായിട്ട് ജാഗ്രത, അറ്റൻഷൻ വേണം കുട്ടികളുടെ കാര്യത്തില്. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും സ്കൂളില് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളായാലും അവരുടെ കാര്യത്തിൽ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് അപകട സാധ്യതയുള്ള ഗെയിമുകള്, അതുപോലെ തന്നെ നമ്മളിപ്പോ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ പടക്കങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മള് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഒറ്റയ്ക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാനായിട്ട് വിടരുത്. ഇപ്പോ ഞാൻ പറഞ്ഞതാണ്, ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിനെ കുറിച്ച്. പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽസിനൊക്കെ എന്താ പറയാ, കൂടുതലായിട്ടും എന്താ പറയാ, ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കുരുട്ട് പോലുള്ള കാര്യങ്ങൾ, പടക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ മാത്രമുള്ള സമയത്ത് നമ്മള് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല. അവർക്ക് ഭയങ്കര കൗതുകമാണ്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു കൗതുകമാണ് ഉണ്ടാവുക. അത് എന്താണ്, എന്താണ് അത് ചെയ്യുന്നത്, ഒന്ന് ചെയ്തു നോക്കിയാലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരിക. അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, അത് അവരിൽ നിന്ന് മാറ്റി അകത്തി വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അകലം നമ്മൾ കൊടുത്തിരിക്കണം. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം കുട്ടികളുടെ മേലെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സ്കൂളിലോട്ടും അതുപോലെ തന്നെ തിരിച്ചും വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. കുട്ടികളെ സ്കൂൾ വാനിൽ കയറ്റുക, അല്ലെങ്കിൽ ഓട്ടോയിൽ കയറ്റുക, അല്ലെങ്കിൽ സ്കൂൾ വാനിൽ നിന്ന് ഇറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മള് കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലാണ് സ്കൂൾ വാൻ വരുന്നതെങ്കിൽ കൂടി ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കാം വീട് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് കൂടെ തന്നെ, അതായത് കുട്ടി കയറി പോകുന്നത് മുതൽ ആ വാൻ വിടുന്നത് വരെ എന്ത് ചെയ്തിരിക്കണം, നമ്മള് ശ്രദ്ധിച്ചിരിക്കണം. പല അപകടങ്ങളും കുട്ടികൾക്ക് അതുമൂലം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതായത് സ്കൂൾ വാനിൽ നിന്ന് തെറിച്ച് പോയിട്ട് ടയറിനടിയിൽ പോയി മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ വാനിൽ കയറാൻ നിൽക്കുമ്പോൾ എന്താ പറയാ, ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തട്ടിയിട്ട് കുട്ടികൾ മരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ വാനില് അല്ലെങ്കിൽ സ്കൂള് ബസ് അല്ലെങ്കിൽ ഓട്ടോ ഇതുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള പ്രൊട്ടക്ഷൻ, അതായത് കുട്ടികൾ തെക്കി നിറഞ്ഞിട്ടാണോ അതിനകത്തിരിക്കുന്നത്, അതായത് ആ വാഹനത്തിന് സ്പീഡ് അധികമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലെ. ഓവർ സ്പീഡ് കാരണം ധാരാളം അപകടങ്ങൾ, ധാരാളം കുട്ടികൾ മരിക്കാനിടയായിട്ടുള്ളതും അതുപോലെ തന്നെ ധാരാളം പേർക്ക് പരിക്കുകൾ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് അവയർനെസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോ നിങ്ങളിപ്പോ കുട്ടിയെ സ്കൂൾ വാനിൽ കയറ്റുന്ന, അല്ലെങ്കിൽ ഏത് വാഹനം ആയിക്കോട്ടെ, നമ്മൾ കുട്ടിയെ കയറ്റുമ്പോൾ അവിടെ ഒരാള്, അതായത് അവിടെ ഹെൽപ്പർ ഉണ്ടാവുമല്ലോ, ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി എന്തായാലും ഉണ്ടാവും കുട്ടികളെ കയറ്റിക്കൊണ്ടു പോവാനായിട്ട്. അപ്പോ അവിടെ സ്കൂൾ, അതായത് ധാരാളം കുട്ടികൾ തിങ്ങി നിറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർ ഓവർ സ്പീഡ് ആയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കയറ്റുമ്പോൾ കൃത്യമായിട്ട് കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയാണ് സ്റ്റെപ്പ് കയറേണ്ടത്, അതായത് ആ വാഹനത്തിന് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കയറേണ്ടത്, എങ്ങനെയാണ് മറ്റു വാഹനങ്ങൾ വന്നാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുകയും കുട്ടിയുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുകയും വേണം കേട്ടോ. കുട്ടിയുടെ കൂടെ ഇരിക്കാറുണ്ടോ? സ്കൂൾ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് കൂടെ നിൽക്കാറുണ്ടോ? ഉണ്ട്.
കുട്ടി വരുമ്പോഴും പോകുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, കുട്ടി ഒരിക്കലും ഒറ്റയ്ക്ക് കുറച്ചും കൂടി വലുതായ കുട്ടികളാണ് എല്ലാവരും അറിയാമെന്ന് വിചാരിച്ചിരിക്കരുത്. ഒന്ന് അവരുടെ മേലിൽ എന്ത് ചെയ്യുക, ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറയുന്നത്. നമ്മൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നമ്മള് ഒരു 2 കൊല്ലം മുമ്പ് കണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി വീടിന്റെ മുറ്റത്ത് വെച്ചിട്ട്, അതായത് ബക്കറ്റില് വെച്ചിട്ട് കുട്ടിയുടെ അമ്മ കുട്ടിയെ കുളിപ്പിക്കുമായിരുന്നു. ഓക്കെ, അതായത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബക്കറ്റിലാണ്, അതായത് ടാപ്പ് ഉണ്ട്, അവരുടെ ബക്കറ്റിന്റെ സൈഡിൽ തന്നെ ടാപ്പ് ഉണ്ട്. ടാപ്പ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ബക്കറ്റിൽ കുട്ടിയെ നിർത്തി സോപ്പ് എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ പൈപ്പ് ഓൺ ചെയ്തിട്ട് സോപ്പ് എടുക്കാനായിട്ട് അമ്മ എന്ത് ചെയ്തു, കിച്ചണിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇതുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ, റിയൽ ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്? ഇന്നത്തെ ആരാണ് തെറ്റുകാരി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം? ആരുടെ ഭാഗത്താണ് തെറ്റ്? അമ്മയുടെ. അമ്മയുടെ ഭാഗത്ത്. എന്തുകൊണ്ടാണ് വന്നേ? അശ്രദ്ധ കൊണ്ടാണ് അല്ലെ? അതായത് ശരിയായിട്ടുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നത്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കുളിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ കളിക്കുമ്പോഴും ഒക്കെ എന്താണ് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വീട്ടില് കുട്ടിയുണ്ട്, പിന്നെ അച്ഛനും അമ്മയുണ്ട്, മുത്തശ്ശിയുമുണ്ട്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അപ്പൊ കുട്ടി സ്കൂളില്, അതായത് ഒരുവിധം 5ലോ 6ലോ പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ആയപ്പോ തിരിച്ചു വന്നു. അമ്മമ്മ അതായത് മുത്തശ്ശിയോടാണ് ഭക്ഷണം ചോദിക്കുന്നത്. ഭക്ഷണം ചോദിച്ചതും മുത്തശ്ശിക്ക് ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിൽ പോയി. തിരിച്ചു വന്നപ്പോ കുട്ടിയെ കാണുന്നില്ല. അവര് മൊത്തമേ അലഞ്ഞു, അതായത് ആ വീടിന് ചുറ്റും മൊത്തം നോക്കി. അതായത് അയൽപ്പക്കങ്ങളിലൊക്കെ നോക്കി, നെയ്ബേഴ്സിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ കൂട്ടുകാരെ വിളിച്ചു നോക്കി. അവിടെ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ധാരാളം സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അപ്പൊ കുട്ടി വീട്ടിലുണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ നിന്നാണ് മിസ്സിംഗ് ആയത്. ധാരാളം സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, പക്ഷെ കുട്ടിയെ എവിടെ നിന്നും കണ്ടുകിട്ടാനില്ല. ആ ഒരു രാത്രി മുഴുവനും എന്ത് ചെയ്തു, ആളുകളൊക്കെ ആ കുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആണ് കുട്ടിയുടെ ഡെഡ് ബോഡി വീടിനടുത്തുള്ള ഒരു വെള്ളക്കെട്ടിൽ, ഒരു പാടുണ്ടായിരുന്നു അവർക്ക്, ഒരു ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അവിടെ വീണ് കിടക്കുന്നത് കണ്ടത്. ഓക്കെ, അപ്പൊ ചിലപ്പോ മഴ പെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ട് കുട്ടി ആ ഒരു കൗതുകം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റെപ്പ് കാലത്തെത്തി വീട് വെള്ളക്കെട്ടിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു കുട്ടിയെ ദിവസം മുഴുവനും ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ കുട്ടി തൊട്ടടുത്തുണ്ടായിട്ടും അവർക്കത് മനസ്സിലായില്ല. അപ്പോ ഇതൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുള്ളൂ, കുട്ടികൾക്ക് ഷോളുകൾ കളിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ സാരികൾ കളിക്കാൻ കൊടുക്കുക. ഷോൾസ് ഒക്കെ ആരെങ്കിലും കളിക്കാൻ കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഇപ്പൊ ആരും അധികം ഷോൾ ഉപയോഗിക്കുന്നില്ല, എന്നാലും കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഷോളുകൾ കൊടുക്കാറുണ്ട്. ആരൊക്കെയാ കൊടുക്കുന്നേ? ഷോളുകൾ കൊടുക്കാറുണ്ടോ? ഇല്ല മാം. കൊടുക്കാറില്ല. ഓക്കെ, ചില അമ്മമാരുണ്ട് കൊടുക്കാറുണ്ട്. അതായത് വീട്ടില് വേറെ ആരും ഇല്ലാത്ത, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ എല്ലായിടത്തും. അപ്പൊ വീട്ടിലിപ്പോ ഗ്രാൻഡ് പാരന്റ്സോ അച്ഛനമ്മമാരോ ആരും ഇല്ലാത്ത വീടാണെങ്കിൽ ചിലപ്പോ കുട്ടി, അതായത് അമ്മയ്ക്ക് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടിയെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുത്തണമല്ലോ, അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും ഒരു തരത്തില് കുട്ടിയെ എൻഗേജ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള ഷോൾസ് ഒക്കെ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ഷോളുകളൊക്കെ കൊടുക്കും. അങ്ങനെ സാരി ചുറ്റി കളിക്കാനോ അല്ലെങ്കിൽ ഷോളായിട്ട് ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് തനിയെ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ഇത് കൊടുത്ത് അമ്മ കിച്ചണിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടോ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് ചുറ്റിക്കളിക്കാനായിട്ട് തുടങ്ങും. ഇത് ചുറ്റിക്കളിക്കുമ്പോഴാണ് ഇത് ഷാൾ, അതായത് കഴുത്തില് ഇത് കുരുങ്ങുന്നത്. ഓക്കെ, അപ്പൊ കഴുത്തില് കുരുങ്ങിയിട്ട് അങ്ങനെ ശ്വാസം കിട്ടാതെ മരിക്കാനിടയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടില് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മള്
സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ വേറൊരു സംഭവമുണ്ട്, ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു എനിക്ക് തോന്നുന്നു വയനാടാണെന്ന് തോന്നുന്നു സംഭവം നടന്നത്. വയനാട് ആദിവാസി അവര് താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ അച്ഛൻ അമ്മയുണ്ട്, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ, അച്ഛനും അമ്മയാണുള്ളത്, വേറെ ആരും തന്നെ ഇല്ല. അച്ഛനും അമ്മയും രാവിലെ തന്നെ ജോലിക്കായിട്ട് പോകും. കൂലിവേല ചെയ്യുന്നവരാണ് ഇവര്. രാവിലെ തന്നെ ജോലിക്കായിട്ട് പോകും. പിന്നെ ഉള്ളത് ഈ 3 കുഞ്ഞുങ്ങളാണ്. അതിനകത്ത് ഏറ്റവും മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രായമായതാണ്, ഒരു 10 വയസ്സ്. പിന്നീടുള്ള 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അതായത് ഒരാൾ 5 വയസ്സും പിന്നെ ഒരാള് 3 വയസ്സുമാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങള് നോക്കാനായിട്ട് നമുക്കറിയാലോ, ആ ഒരു പ്രദേശത്ത് എന്നൊക്കെ പറഞ്ഞാല് കൂടുതലായിട്ട് ആദിവാസി എന്നൊക്കെ പറഞ്ഞാൽ അത് അധികം വിദ്യാഭ്യാസത്തിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളല്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഈ മൂത്ത കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് ഇവര് പോവുക. രാവിലെ തന്നെ പോകും. അത് രാവിലെ 5 മണിക്ക് പോകും, തിരിച്ചു വരുന്നത് 6-7 മണിയൊക്കെ ആകുമ്പോ. ഓക്കെ, അപ്പോ ഈ മൂത്ത കുട്ടിയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 10 വയസ്സായ കുട്ടിയാണ് നിങ്ങൾ ഓർക്കണം കേട്ടോ. ആ കുട്ടിയെ കൊണ്ടാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഭക്ഷണം പാകം ചെയ്യിക്കുന്നത് മുതല് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഈ കുട്ടി ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുപ്പാണ് അവർ ഉപയോഗിക്കുന്നത്, ഗ്യാസ് അല്ല. അടുപ്പിൽ നിന്ന് തീ പടർന്നിട്ട് ഈ കുട്ടിയുടെ ദേഹത്തോട്ട് കയറി പിടിക്കുകയും കുട്ടി മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള 2 കുഞ്ഞുങ്ങള് പുറത്ത് കളിക്കുകയായിരുന്നു. ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല. കുഞ്ഞ് മരിച്ചു, സ്പോട്ടിൽ തന്നെ ആ കുഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായത്. ഇതും എന്താ പറയാ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരിക്കുന്ന കേസുകൾ. മൊബൈൽ ഫോൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൽ നോക്കിയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് ശ്വാസനാളത്തിൽ കുടുങ്ങുകയും മരിക്കുകയും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഇവിടെ ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ വായിച്ചറിവോ അല്ലെങ്കിൽ കേട്ടറിവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയാം. ഒന്നുമില്ല പറയാനായിട്ട്. രാജലക്ഷ്മി പറഞ്ഞല്ലോ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്? കേട്ടറിവ് എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കേട്ട് പറഞ്ഞ അറിവ് എന്തെങ്കിലും ഉണ്ടോ? കുട്ടികളിലെ എന്തെങ്കിലും അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ? ഉണ്ട് മാം. എന്താണ് ജിസ്ന, പറഞ്ഞോളൂ കേട്ടോ. അതെ, നമ്മുടെ ഒരു റിലേഷൻ ആണ്. അപ്പൊ ആ കൊച്ച് മുറ്റത്തിരുന്ന് കളിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ അമ്മ കണ്ടോണ്ടിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോ കൊച്ചിനെ കാണുന്നില്ല. കൊച്ചിനെ അവിടെ എല്ലാം അന്വേഷിച്ചു, എല്ലാരും ആരും അതിലേക്കൂടെ പോയോ, ഇനി എല്ലാരും എടുത്തോണ്ട് പോയോ, ഒന്നും കാണുന്നില്ല. കൊച്ചിനെ ഭയങ്കര എന്താ പറയാ, കാണുന്നില്ല. കുറെ അന്വേഷിച്ച് അവസാനം അവര് പശു വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം വെറുതെ ഒരാൾ പോയിട്ട് ചാണകക്കുഴിയിലൊന്ന് പോയി നോക്കിയതാണ്. നോക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ കൊമള ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊമള ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ നോക്കുമ്പോ കൊച്ചതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവർ ചാടി ഇറക്കി എടുത്തു. ലാസ്റ്റ് അത് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ കൊച്ചെവിടെയാന്ന് അറിയോ ഇല്ലായിരുന്നു. കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചേനെ. പക്ഷെ കൊച്ചു രക്ഷപ്പെട്ടു. ഇപ്പം 10-18 വയസ്സായി. കുഞ്ഞപ്പോ എങ്ങനെയാണ് തനിയെ തൊട്ടടുത്തുള്ള സ്ഥലമായിരുന്നു പറയുന്നേ? അവിടെ അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള വീടിനുള്ളിലുള്ളതാണോ? കുട്ടിയെ കണ്ടെടുത്ത സ്ഥലം എവിടെയാണ്? അടുത്താണോ അല്ലെങ്കിൽ അവിടെ തന്നെയാണോ ജിസ്ന? അവരുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു മാം. പശുത്തൊഴുത്തുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ എല്ലാം നോക്കി, കണ്ടില്ല. വീട് പരിസരം എല്ലാം ഇങ്ങനെ നോക്കി വന്നു. കൊച്ചെന്തോ ആവശ്യത്തിന് അങ്ങോട്ട് എന്തെങ്കിലും പോയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനോ അങ്ങനെ പോയതങ്ങനെ ആയിരിക്കും. അറിയാണ്ട് കാല് തെറ്റി വീണ് പോയി. പക്ഷെ ആരും അറിഞ്ഞില്ല. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നാലും എന്താ പറയാ, ലാസ്റ്റ് നിമിഷത്തിലാണ് കാണുന്നത്. ഒരു 2-3 കൊമളകൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോഴാണ്, ശ്രദ്ധിച്ചപ്പോഴാണ്, അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് കാണുന്നത്. അല്ലേ? കുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അപ്പൊ അന്ന്?
അന്ന് 5 വയസ്സാന്ന് തോന്നുന്നു, 5ഓ 6ഓ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, രക്ഷപ്പെട്ടല്ലോ. അത് തന്നെ, അതൊക്കെ ഭയങ്കര മിറാക്കിളാണ്. ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നുണ്ട്. അത് നമ്മള് കൂടുതൽ അവയർനെസ് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ അന്വേഷണം കൊടുത്താലാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ജിസ്ന പറഞ്ഞത് കേട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം കേട്ടോ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. ദീപയ്ക്ക് പറയാനൊന്നുമില്ലേ? ദീപ എനിക്ക് വീട്ടിൽ അങ്ങനെ ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അടുത്തൊരു കുട്ടിക്ക് ഈ വെള്ളം, അത് ജിസ്ന പറഞ്ഞതുപോലെ തന്നെ 1.5 വയസ്സുള്ളപ്പം ഒരു മോളായിരുന്നു ഞങ്ങളുടെ വീടിനടുത്ത്. അപ്പൊ അമ്മ ചായ തിളപ്പിച്ചിട്ട് അവിടോട്ട് വാങ്ങി വെച്ചു. വെള്ളം രാവിലെ തിളപ്പിച്ചത് അതും അടുത്ത് പാത്രത്തിൽ. അപ്പൊ 1.5 വയസ്സാകുമ്പോൾ പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് കൂടുതൽ നടക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമാണല്ലോ. അപ്പൊ അങ്ങനെ നടന്ന് വന്നിട്ട് അതപ്പൊ ഈ പാത്രം കണ്ടപ്പോ അത് എത്തിപ്പിടിച്ച് അത് അപ്പൊ പാതകത്തിന്റെ അവിടെ വരെ അതിന്റെ തലയെത്തത്തേ ഉള്ളൂ, കുഞ്ഞല്ലേ. അപ്പൊ അത് മുഖം വഴി ഫുള്ളും അതിന്റെ മുഖം ഉൾപ്പെടെ നെഞ്ചില് മേലെ മൊത്തം ആ ചൂടുവെള്ളം വീണു. പെൺകുഞ്ഞായിരുന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഇപ്പോഴും അതിന്റെ മുഖത്ത് പൊള്ളലെന്ന് പറഞ്ഞാൽ ഒരു 60% കൂടുതലുണ്ടായിരുന്നു. ഫുള്ളെ പൊള്ളിയിട്ട് അതിന്റെ ആ ഒരു മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറി. നല്ലൊരു അല്ലാത്ത കുഞ്ഞായിരുന്നു. എല്ലാം നല്ല ചെറിയുടെ ഭാഗമൊക്കെ ചുരുങ്ങി, കവിളിന്റെ ഭാഗമൊക്കെ ചുരുങ്ങി, എല്ലാം നെഞ്ചിന്റെ അവിടെ എല്ലാം ഫുള്ള് ചുരുങ്ങി. അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ നാളുകൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ കുഞ്ഞ് മോളിപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. 10ാം ക്ലാസ് ഒക്കെ ഭയങ്കര പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ് വരെയും ഫുൾ മാർക്ക് മേടിച്ച് 10ാം ക്ലാസ് ഫുൾ A+ ആയിരുന്നു. ഇപ്പൊ +1-നും ഫുൾ A+. ഇപ്പം ഡിഗ്രി അങ്ങനെ എന്തോ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ജോലിയൊക്കെ ആവാറായി കാണും. എന്റെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പൊ അത് പുറത്തെവിടെയോ ആണ്. ഇപ്പൊ അവര് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് അതിനെ ഒരു വിധമൊക്കെ ഓക്കെ ആക്കാമെന്നുള്ള ഇതിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. ഇപ്പൊ കുറെ ആയി കണ്ടിട്ട്. അത് പഠിക്കാൻ പോയ പിന്നെ കണ്ടിട്ടില്ല കുട്ടി. അങ്ങനെ ഒരു അത് ആ ഒരു പ്രായത്തില് അമ്മ അതുപോലെ ജോലി അടുക്കളയിലായിരുന്നെങ്കിൽ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. മിസ്, എന്റെ ചെറുപ്പത്ത് ഞാനൊരു 5-ലോ അത്രോ ആ കുട്ടി വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിയുണ്ട്. 2 മക്കളാണ്. അതിൽ മൂത്ത പെൺകുട്ടി, അതും ചെറിയ കുട്ടിയാണ്. മോള് വന്നിട്ട് അതിന്റെ അമ്മ എന്തോ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തോണ്ടിരിക്കും എന്തോ ആയിരുന്നു. അപ്പൊ ഈ കുട്ടി ഇത് എടുക്കാനായിട്ട് ഇങ്ങനെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് അതിന്റെ ഇതില് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൈയിട്ട് കോരി. കൈ പൊള്ളി. വെളിച്ചെണ്ണയായിരുന്നു. കൈ പൊള്ളി. കൈ ഇങ്ങനെ നിവർത്താൻ പറ്റാത്ത പോലെ അങ്ങനെ ഇരിക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കുറെ ആയിട്ട് കാണാറില്ല. കല്യാണം കഴിച്ചു പോയി. കൈ ഇങ്ങനെ ചുരുങ്ങി തന്നെ ഇരിക്കുള്ളൂ, നിവരില്ല. ശരിക്കും ഭയങ്കരമായിട്ട് പൊള്ളി, നന്നായിട്ട് പൊള്ളി. കൈ ഫുള്ള് പൊള്ളി. ഒരു വലത്ത് കൈ ഫുള്ള് പൊള്ളി. ആലോചിക്കാനേ പറ്റുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോഴേ. നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു അങ്ങനെ. നല്ല കുട്ടിയാ, നല്ല സുന്ദരി മോളാ. കൈ മാത്രം പൊള്ളിയുള്ളൂ. പക്ഷെ വലത്ത് കൈയാ. അല്ലേ? അങ്ങനെ എഴുതാനും മറ്റുമൊക്കെ അങ്ങനെയൊക്കെ പറ്റും. പിടിച്ച് ചെയ്യും, എഴുതുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു ബുദ്ധിമുട്ടുണ്ട്. പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടി? അല്ല, അപ്പൊന്നും പോവാറായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ, അത് എന്തോ 5 വയസ്സോ അങ്ങനെ എന്താ അത്രയൊക്കെ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? വേറെ ഒരെണ്ണം കൂടി ഉണ്ട് മാം. വേറെ എന്താണ് ജിസ്ന? അതും ഇതേപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ആണ്. ഞങ്ങൾ സെയിം ഏജ് ആണ്. അപ്പം അവള് പെൺകുട്ടിയാ. അവൾ ഇതേപോലെ തന്നെ വീട്ടില് അവളുടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം നമ്മുടെ അടുപ്പിന്റെ ആ ഒരു സൈഡിൽ ഇരിക്കാനുള്ള ചെറിയൊരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ കയറി ഇരുന്നതാ. അപ്പൊ അവളുടെ ഡ്രസ്സിലേക്ക് പെട്ടെന്ന് തീ കയറി പിടിച്ചു.
എന്തോ ഭാഗ്യം പെട്ടെന്ന് കണ്ടു, ചെറുതായിട്ടൊരു ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊള്ളി, അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും വന്നില്ല. പെട്ടെന്ന് അങ്ങ് തീ ആളി കയറി അങ്ങ് പിടിച്ചു. പിന്നെ വേഗം വെള്ളം കുടഞ്ഞും പിന്നെ നമ്മുടെ ഈ കമ്പിളിയും കൊണ്ടൊക്കെ തട്ടിയൊക്കെ ആയിട്ട് വേഗം തീ വേഗം കെടുത്തി. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് ആളി പിടിച്ചേനെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ചിലരുടെ എക്സ്പീരിയൻസ് കേട്ടു. അപ്പൊ ശ്രദ്ധിക്കാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സേഫ്റ്റിക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. കേട്ടോ, ഒന്ന് ആദ്യം മൈൻഡിൽ ഒന്ന് എല്ലാവരും റീഡ് ചെയ്യുക, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. വായിച്ചു മിസ്. അയച്ചു, എല്ലാവരും റെഡി ചെയ്തോ? ദീപ മനോജിന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വായിച്ചത്? ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദ 3 years. മിസ് വായിക്കണോ മൊത്തം? വായിച്ചിട്ട് എക്സ്പ്ലെയിൻ Okay. Just like the 3 years are group, the 3 to 6 years old also have their own nutritional needs. A well-nourished child has normal weight for height and age. Height and age is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. Her eyes are clear and bright hair normal and lustrous. Teeth white and clean, skin smooth, slightly moist and glowing, gums firm and pink, and posture erect. Science nutritions make up each and every cell of the body. Keeping up with the nutritional needs become important for healthy development of the body and mind. Deficiency, excess of inequality of nutrients can not only create mild disorders, but can even physically disable or kill a person. Just like 3 years and 3 വയസ്സ് വരെയുള്ള കുട്ടികളെ പോലെ തന്നെ മുതിർന്ന 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പോഷകാഹാരം ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുവരെയുള്ള കുട്ടികളെ പോലെ തന്നെ ശരിയായ പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികൾക്ക് നോർമൽ വെയിറ്റും ഹൈറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ഉത്സാഹം, ചുറുചുറുക്ക്, സന്തോഷം, ജിജ്ഞാസ, നല്ല ഉറക്കം, ശ്രദ്ധ, വിശപ്പ്, മലശോധന, ഇതൊക്കെ ഒരു നല്ല ന്യൂട്രീഷൻസ് ഫുഡ് കിട്ടുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഒരു നോർമൽ ഒരു സ്റ്റേജിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾക്ക്. കണ്ണുകൾ ക്ലിയർ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. മുടി നോർമൽ വളർച്ചയും തിളക്കമുള്ളതും ഒക്കെ ആയിരിക്കും. വൃത്തിയുള്ള പല്ലുകള്, ഗംസ് ഒക്കെ നല്ല വൃത്തിയുള്ള പല്ലുകള്, സ്മൂത്തായ മോണകളും ഒക്കെ ഉണ്ടായിരിക്കും. സ്കിന്നൊക്കെ ആണെങ്കിലും നല്ല തിളക്കമുള്ളതും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി ചിലപ്പോൾ ഈ ന്യൂട്രീഷൻസ് കുറഞ്ഞാല് അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ശാരീരികമായ വൈകല്യം
കാരണം മരണം പോലും സംഭവിച്ചേക്കാം എന്നാണ്. പോഷകാഹാരം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും കുട്ടികളിൽ ഡിസോർഡർ ഉണ്ടാക്കും. അത് കുട്ടികളിൽ വൈകല്യവും മരണവും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അറിയത്തുള്ളൂ. ശരിയാണ്. ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയാൽ നിങ്ങള് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ്. അതായത് 3 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളായാലും അല്ലെങ്കിൽ 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങളായാലും ഇവര് 2 പേർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 0 to 3 years വയസ്സ് പ്രായമുള്ളവരെ പോലെ തന്നെ 3 to 6 years പ്രായമുള്ളവർക്കും അവരുടേതായിട്ടുള്ള പോഷകാഹാരത്തിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കുട്ടിയെ നമ്മൾ കാണുമ്പോൾ ആ കുട്ടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്, ആ കുട്ടി ഓവറോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ആ കുട്ടി ഓക്കെ ആണോ, ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള ചില സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള ഭാരമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് നല്ല രീതിയിൽ പോഷകാഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. അതാണ് ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ കുട്ടി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും. നമുക്കറിയാം ചില കുട്ടികളെ കാണുമ്പോൾ ഏത് സമയവും ആ കുട്ടികള് ഇങ്ങനെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കളിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വർത്താനം പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കളികളിൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ആക്റ്റീവുള്ള കുട്ടികളാണ് എപ്പോഴും ഇങ്ങനെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയും. ഭയങ്കരമായിട്ടാണ് ഉദ്ദേശിച്ചത്. ചില കുട്ടികളുണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആണ് അവര്, നല്ല രീതിയിൽ. അതായത് നമ്മൾ എന്തെങ്കിലും മുതിർന്നവരെ പോലെ തന്നെ മറുപടി പറയുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഹൈപ്പർ ആക്റ്റീവില് ഗണത്തിൽപ്പെടുത്താം. ഇവിടെ അങ്ങനെയാ, ഇവിടെ ഒരാൾ അങ്ങനെയാ, ഭയങ്കര എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. അവൻ ഒറ്റയ്ക്കിരുന്നാലും അവന്റെ കൂടെ ഒരു 4 പേരുള്ള ഒരു ഇതാണ് സംസാരവും കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും ചോദിക്കും നീ ആരോടാ സംസാരിക്കുന്നതെന്ന്. അത് ഞാൻ സങ്കല്പിക്കുവാ, എന്റെ കൂടെ അനിയനുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ഒക്കെ സങ്കല്പിച്ചിട്ട് ഞാൻ പറയുന്നതാണെന്നൊക്കെ എന്നോട് പറയും. അങ്ങനെ പറയുന്നതാണ്. ഇങ്ങനെ വേറെ ആരുമില്ലേ കൂടെ? ചേച്ചിയോ അനിയനോ? ഒരു മോനാണോ? അല്ലല്ല, 2 പേരുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല. അല്ലാതെ ഒക്കെ ഉണ്ട്, കുട്ടികൾ അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവന് ഒരുങ്ങുമ്പോഴേ കുളിക്കുമ്പോഴേ ഒക്കെ ഇവൻ ഇങ്ങനെ സംസാരിക്കും ഭയങ്കരമായിട്ട്. എപ്പോഴും അവന് അടങ്ങിയിരിക്കത്തില്ല, സംസാരിക്കും. ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ആണെങ്കിലും അങ്ങനെ. ഇപ്പൊ ഈ ക്ലാസ് ആയതുകൊണ്ട് സംസാരിക്കാതിരിക്കും അതങ്ങ്. അപ്പൊ അതിനുള്ളത് വേറെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ. എന്തൊക്കെയോ പണിയില്ല, ഇരിക്കത്തില്ല. അപ്പോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടി ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴും സന്തോഷം കാണാൻ പറ്റും, കളിച്ചിരികൾ കാണാൻ പറ്റും കുട്ടികളുടെ മുഖത്തൊക്കെ. എപ്പോഴും കളിച്ച് ചിരിച്ച് അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാവും, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരിക്കും. എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിന്റെ ഉള്ളില്, അങ്ങനെയുള്ള അറിയാനുള്ള, അതായത് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ രാത്രിയിൽ നന്നായിട്ട് അവന് ഉറക്കം കിട്ടുന്നുണ്ടാവും. ചില കുഞ്ഞുങ്ങളുണ്ട് രാത്രിയിൽ തീരെ ഉറക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില എന്താ പറയാ ആബ്സെൻസ്, അല്ലെങ്കിൽ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ആബ്സെൻസ് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. നമുക്കറിയാം, നമുക്ക് കുട്ടികളുടെ പഠന സമയത്തൊക്കെ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ നഴ്സറി അങ്ങനെയുള്ള പ്രൈമറി സ്കൂൾ ഇങ്ങനെയുള്ള പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ മാത്രമാണ് കുട്ടിയുടെ പഠനത്തിൽ അത് കാണാനായിട്ട് സാധിക്കുക. അതായത് നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുക, ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോഴത് വായിക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഉറക്കം തൂങ്ങി വീഴാതിരിക്കുക. ചില കുട്ടികളുണ്ട്, നമുക്കറിയാം ക്ലാസ് റൂമിൽ ഉറക്കം തൂങ്ങി വീഴും അല്ലെ. അതായത് ക്ലാസ് ശ്രദ്ധിക്കാതെ, കോൺസെൻട്രേഷൻ ഇല്ലാതെ
അപ്പൊ അതൊക്കെ നമുക്ക് അതിന്റെ ആബ്സെൻസ് കൊണ്ടാണെന്ന് പറയാം. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നോർമൽ ആയിട്ട് വിശപ്പ് ഉണ്ടാവും, നമ്മളോട് വന്ന് ചോദിക്കും, സമയത്തിന് നമ്മളോട് വന്ന് ചോദിക്കും, അമ്മേ ഭക്ഷണം വേണം എന്ന് പറയും. എത്ര കുട്ടികളിൽ പറയാറുണ്ട് ഈ കൂട്ടത്തില്? എത്ര അമ്മമാരോട് ചോദിക്കാറുണ്ട് അങ്ങനെ? എന്റെ ചോദിക്കാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ മോന് ചോദിക്കാറുണ്ട്. ചോദിക്കാറുണ്ട്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ പുറകെ നമ്മൾ ചില കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് വാശി പിടിക്കും, ഭക്ഷണം കഴിക്കാനേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കുത്തിക്കയറ്റിയൊക്കെയാണ് ചില അമ്മമാര് ഫുഡ് കൊടുക്കുക, പിടിച്ചിരുത്തി വായ തുറപ്പിച്ച് ഭയങ്കരമായിട്ട് അതിന്റെ ഉള്ളില് കുത്തിക്കയറ്റിയൊക്കെയാണ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിശപ്പുണ്ടാവും. അപ്പൊ ആ സമയാവുമ്പോൾ അവര് ഭക്ഷണം വന്ന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ശരിയായിട്ടുള്ള മലമൂത്ര വിസർജനം, ബവൽ മൂവ്മെന്റ്സ്, ഓക്കെ, ഇതൊക്കെ എന്താണ് നടക്കും. അതായത് ശരിയായ സമയത്ത് യൂറിൻ പാസ് ചെയ്യുക, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാകും. പിന്നെ കണ്ണുകൾ നല്ല തിളപ്പുള്ളതായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുഞ്ഞുങ്ങളുടെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ പ്രത്യേകത? നമ്മുടെ കണ്ണ് പോലെയാണോ? വലുതാവുമ്പോ ഉണ്ടാവുന്ന ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും കാണാൻ. നല്ല രസമായിരിക്കും കാണാൻ അല്ലെ? ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, നല്ല തിളപ്പമായിരിക്കും ഉണ്ടാവുക കണ്ണിന്. നമ്മുടെ കണ്ണ് പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല തിളപ്പുണ്ടാവും കണ്ണിന്. അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിരിക്കും. മുടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മുടി പോലെയാണോ? പാറി പറന്നിട്ടൊക്കെയാണ് ഇരിക്കണേ? നല്ല സിൽക്കി ആയിരിക്കും, നല്ല സോഫ്റ്റി ആയിട്ടുള്ള മുടിയായിരിക്കും ഉണ്ടാവുക അല്ലെ? മുടി നല്ല ഷൈനിങ് ആയിരിക്കില്ല അവരെ കാണാനായിട്ട്, ആണോ? അതെ 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 അതെ. ചില ആളുകൾ എന്ത് ചെയ്യും, കുട്ടികളുടെ സോപ്പും ഷാമ്പും ഒക്കെ ഉപയോഗിക്കും. അതായത് കുട്ടികളുടെ പോലുള്ള സ്കിന്നും അതുപോലെ ഹെയർ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില മുതിർന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളുടെ സോപ്പും അതുപോലെ തന്നെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് ആ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്നതാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മുടി നല്ല ഷൈനിങ് ആയിരിക്കുള്ളൂ. പിന്നെ പല്ല് നല്ല വെളുത്തതായിരിക്കും കാണാനായിട്ട്, പല്ല് നല്ല വെളുത്തതായിരിക്കും. ചില കുട്ടികളുടെ നമ്മള് കാണാറുണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ തിന്നിട്ട് പുഴുപ്പല്ല് വരാറുണ്ട് കേട്ടോ. അതല്ല ഞാൻ പറയുന്നേ, അല്ലാത്ത കുട്ടികളുടെ ആണെങ്കിൽ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പല്ല് നല്ല വെളുത്തതായിരിക്കുള്ളൂ. പിന്നെ നല്ല വൃത്തിയും ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ. പിന്നെ അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് തൊടുമ്പോ ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ടച്ച് ചെയ്തിട്ടില്ലേ നിങ്ങള്? പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് സ്കിന്ന് കുഞ്ഞുങ്ങളുടെ. ആണ്. അതെ. നല്ല രസമല്ലേ തൊടാനായിട്ട്? നല്ല രസമല്ലേ? നമ്മുടെ സ്കിൻ ആണെങ്കിലോ, നമ്മുടെ സ്കിന്നിന്റെ പ്രത്യേകത എന്താ? ഹാർഡാണോ സോഫ്റ്റ് ആണോ? ചിലപ്പോഴൊക്കെ സോഫ്റ്റ് ആയിട്ടും തോന്നും, ചിലപ്പോ ഹാർഡായിട്ടും തോന്നും. ഭൂരിഭാഗം സമയത്ത് ഹാർഡ് ആയിരിക്കും അല്ലെ? പക്ഷെ കുഞ്ഞുങ്ങളുടെ സ്കിൻ അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് നനവുണ്ടാവും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കേട്ടോ. നിങ്ങള് അതായത് അവരെ നമ്മൾ തൊടുമ്പോൾ നേരിയ കൂളിങ്ങും അതുപോലെ തന്നെ നനവും ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് നമുക്ക് തണുപ്പ് തോന്നാറുണ്ട്, ചെറിയൊരു ഇത് നനവ് തോന്നാറുണ്ട്. ഓക്കെ, നനവുണ്ടാവും, അതുപോലെ തന്നെ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും കൂടുതലായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ മോണകൾ എന്ന് പറഞ്ഞാല് പിങ്ക് നിറത്തിലായിരിക്കും മോണ ഉണ്ടാവുക. നമ്മുടെ ഈ പല്ലിന്റെ മേൾഭാഗത്ത് കാണുന്ന സാധനം ഉണ്ടല്ലോ, മോണ, അറിയാലോ നിങ്ങൾക്ക്, അത് പിങ്ക് കളറിലായിരിക്കും കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക. നിങ്ങളൊന്ന് കണ്ണാടി എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ എന്ത് കളറാണെന്ന് കണ്ണാടി പോയി നോക്കിയിട്ട് വരൂ. പിങ്ക് ആണോ? എന്ത് കളറാ? നോക്കിയോ? ബ്ലാക്ക് ആണ്. പിങ്കും പിങ്ക് കളർ കുറച്ചുണ്ട്, ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കിഷ് പോലെ. ആർക്കെങ്കിലും വൈറ്റ് ഉണ്ടോ മോണ? വൈറ്റ് പിങ്ക് ആണ്. അതായത് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണ് പിങ്ക് അല്ലാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്തോ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പൊ ഞാൻ ഡോക്ടറുമായിട്ട് നല്ല രീതിയിൽ ചിരിച്ചു. അപ്പൊ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുമ്പോഴും എന്റെ മോണ കാണാം, മൊത്തമായിട്ട് കാണും. 32 പല്ലും കാണും, മോണയും കാണും. അപ്പൊ മോണ നന്നായിട്ട് ചിരിച്ചേ. കണ്ടോ, മോണ കണ്ടോ, ഇല്ല, ഇല്ല. നല്ല രീതിയിൽ മോണ കാണാം. അതായത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോഴാണ് അത് വരുന്നത്. അപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ എന്തിനു വേണ്ടി പോയതാണ്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ചപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതെന്താ വെളുത്തിരിക്കുന്ന മോണാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ വിറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പറഞ്ഞു. വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ആ മോണ വെളുത്തിരിക്കുന്നത്. പിങ്ക് കളറായിരിക്കും നല്ല രീതിയിൽ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ മോണ എന്ന് പറയുന്നത് പിങ്ക് കളറായിരിക്കും. ഓക്കെ, അല്ലെങ്കിലാണ് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ആവുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കണ്ണാടിയിൽ ഒന്ന് പോയി നോക്കാനായിട്ട്. അപ്പൊ മോണ കണ്ടാലും മനസ്സിലാവും കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങളുടെ മോണ എന്ന് പറയുന്നത് പിങ്ക് കളറിലായിരിക്കും ഉണ്ടാവുക. അവരുടെ വൈറ്റും അതുപോലെ ബ്ലാക്കും ഒന്നും ഉണ്ടാവില്ല. റെയർ ആയിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊരു പോയിന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കുട്ടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്. ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. സിംറ്റംസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ ഇല്ലയോ? പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽസിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സെല്ലാൽ നിർമ്മിതമാണ് അല്ലെ. ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ സെല്ല് കൂടിയിട്ടാണ് കലകൾ ഉണ്ടാവുന്നത്. കലകളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ സെൽസുകളുടെ എന്താണ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിന്റെ ഇംപ്രൂവ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിരിക്കണം. അത് കുഞ്ഞുങ്ങളായാലും വലിയവരായാലും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ പോഷകങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുറഞ്ഞു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാലും എന്താണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് മാനസികമായിട്ട് കുറേയധികം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നയിക്കും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് നമ്മളെ കൊല്ലാൻ വരെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ കില്ല് ചെയ്യാനുള്ള അത്രയും തന്നെ ശക്തി എന്തിനുണ്ട്, ഈ ന്യൂട്രീഷ്യസിന്റെ ആബ്സെൻസ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പറഞ്ഞു, നമ്മൾ എന്ത് കാര്യവും നമ്മള് കുറവാണെങ്കിലും, നമുക്ക് എന്ത് കാര്യം കുറവാണെങ്കിലും എന്ത് കാര്യങ്ങൾ കൂടുതലാണെങ്കിലും നമുക്ക് പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൈറ്റമിൻ ടാബ്ലറ്റ്, നമുക്കിപ്പോ വൈറ്റമിൻ D3 നമ്മൾ കഴിക്കുവാണ്. ഇപ്പോ പലരും വൈറ്റമിൻ D3 ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര പേര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ D3? പല രോഗങ്ങളുടെയും മൂലകാരണമാണ് കേട്ടോ. അല്ലേ? വൈറ്റമിൻ D3 കുറവാണോ കൂടുതലാണോ? ഡെഫിഷ്യൻസി ആയിരുന്നു, പിന്നെ മെഡിസിൻ എടുത്തു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നോർമലാ. അപ്പൊ ഒരു ടാബ്ലറ്റ് തരുമോ അല്ലെ? എത്ര ടാബ്ലറ്റ് കഴിച്ചു ദീപ? ഞാന് 3 മാസം വീക്കിലി വണ്ണ് വെച്ചിട്ട് കഴിച്ചു 3 മാസം. പിന്നെ ഒരു 3 മാസം മന്ത്ലി 1 വെച്ചിട്ട്. പിന്നെ ഒരു അങ്ങനെ കഴിക്കാൻ പറഞ്ഞു. അതുപോലെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. പിന്നത്തെ ഒരു 2 മാസം കൂടിയപ്പോ 1 കഴിച്ചു. അങ്ങനെ 9 months കഴിച്ചു. സാധാരണ എല്ലാരും 3 മാസമാണ് കഴിക്കാറ്. പക്ഷെ എനിക്ക് രണ്ടാമത് ചെക്ക് ചെയ്തപ്പോഴും ഇച്ചിരി കൂടെ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ 9 മാസം ടേപ്പർ ചെയ്തിട്ട് നിർത്തുമായിരുന്നു. അപ്പൊ 3 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തു അല്ലെ? ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യാം. 3 മാസം കഴിയുമ്പോ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. അല്ലേ? അതെ അതെ. അപ്പോ ഈ ടാബ്ലറ്റിന്റെ ഒരു പ്രത്യേകത, ഇത് കുറഞ്ഞ, അതായത് വൈറ്റമിൻ ഡി നമ്മുടെ ഇഷ്ടത്തിൽ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ നമ്മളതിന് വേണ്ടി ടാബ്ലറ്റ് എടുക്കും. പക്ഷെ ഈ ടാബ്ലറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഡോക്ടർ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു ടാബ്ലറ്റ് എപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര കോഴ്സ് കഴിക്കണം എന്ന് ചോദിക്കുക. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന്, അത് കുറവാണല്ലോ എന്ന് കരുതി നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങിയാൽ അത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ഇതാണ് ഈ ഒരു എന്താ പറയാ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സിനെ പറ്റി നമുക്ക് പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ തരാം. നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഒരു 5 മിനിറ്റ് തരാം. 5 മിനിറ്റില് ഒരു 10 മിനിറ്റ് തരാം. ഇതിനൊന്ന് സമപ്പ് ചെയ്യാം. ഇന്നെടുത്ത കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സമ്മറൈസ് ചെയ്യാം.
ഇന്ന് വളരെ കുറച്ച് കാര്യം മാത്രം എടുത്തിട്ടുള്ളത്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ബാലൻസ് ഭാഗം കൊടുത്തു. രണ്ടാമത്തത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് എടുത്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സമപ്പ് ചെയ്യുക കേട്ടോ. ആദ്യം ഒന്ന് എഴുതുക, എന്നിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? നോക്കാം, ശ്രമിക്കാം. ശ്രമിച്ചു നോക്കൂ കേട്ടോ. 2 ബെനിഫിറ്റ് ആണ് ഇതിനുള്ളത്. നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. മറ്റൊന്ന്, ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി എന്താ പറയാ ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. വളരെ ഷോർട്ട് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ.
ജിസ്ന റിജു, ഞാനെ ഒന്ന് സമപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് എടുത്ത കാര്യങ്ങള് ഇംഗ്ലീഷിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അഞ്ച് മിനിറ്റ് ആവാറായിട്ടോ. കഴിഞ്ഞെങ്കില് പ്രസന്റ് ചെയ്യാം. എഴുതിയിട്ടുള്ളവര് കഴിഞ്ഞെങ്കിൽ ഒന്ന് വായിക്കുക കേട്ടോ. ദീപ എഴുതി കഴിഞ്ഞോ? ദീപ എഴുതിയില്ല, ഇങ്ങനെ നോക്കി കുറച്ചൊക്കെ ചുമ്മാ പോയി. പക്ഷെ അത് ഗ്രാമർ ഒന്നും അത്ര കറക്റ്റ് ഒന്നുമല്ല. അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. റീഡ് ചെയ്യാമോ? ആ, ശ്രമിക്കാം. ഓക്കെ. എല്ലാം തെറ്റായിരിക്കും. ഒരു പ്രശ്നമില്ല, നമ്മൾ എല്ലാവരും തികഞ്ഞവരല്ലല്ലോ. എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ മനുഷ്യരായാല്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുക, അതിനകത്താണ് കാര്യം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജയിക്കുന്നത് തോൽക്കുന്നതോ ഒന്നുമല്ല, അല്ലെങ്കിൽ തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടാവാം. അതൊന്നും യാതൊരു പ്രശ്നമില്ല. ഓക്കെ, പേടിച്ചിരിക്കരുത്. പറയട്ടെ മറ്റേ? പറഞ്ഞോളൂ. Just like the 3 years, just like the small children, older children also need nutrition food. Children who get nutrition food will be more active. The eyes will appear bright. Good nutrition should be maintained. Teeth, hair and skin will appear shiny and healthy. Well-nourished children will have good ambition, good active അല്ലെങ്കിൽ curiosity. Well-nourished children will have a good curiosity. അത്രയൊക്കെ ഞാൻ ഇങ്ങനെ പോയിന്റ് ആക്കി വെച്ചത്. എഴുതിയിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? നന്നായിരുന്നു കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ വായിക്കട്ടെ. വായിച്ചു. അലക ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതിയത്. മതി ഷോർട്ടായിട്ട് എഴുതിയാൽ like 3 to 3 years age group, the older children also need nutritional foods. A well-balanced diet and healthy eating habits support children's growth, development, overall health. Lack of nutrients may lead to physical disabilities and kill a person. ചിത്ര എഴുതിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും ലാസ്റ്റത്തെ 10-15 മിനിറ്റ് സമ്മപ്പിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എതിരഭിപ്രായം ഒന്നും ഇല്ലല്ലോ? നല്ലതല്ലേ അങ്ങനെ ചെയ്യുന്നേ? അതെ നല്ലതാ, ശ്രമിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാ ഇങ്ങനെ പറയുന്നതിനൊക്കെ. പിന്നെ നന്നായിട്ട് അറിയത്തുമില്ലല്ലോ, പിന്നെ അന്നേരം പെട്ടെന്ന് സമയം എടുക്കാതൊക്കെ ചെയ്യുന്നു. എന്തായാലും ചെയ്യാം. അതായത് ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങൾ സൈൻ ഇൻ പ്രയർ, അതുപോലെ തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറയുന്നത് പോലെ തന്നെ ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ക്ലാസ്സിൽ പറയുന്ന ആള് തന്നെ അത് വായിക്കാനായിട്ട് നോക്കാം. എന്ത് ചെയ്യണ്ടേ? നേരത്തെ തന്നെ മുൻകൂട്ടി പറയണോ ആളെ? ടീച്ചർ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി ഒരാള് ചെയ്യാന്ന്. അതല്ലേ നല്ലത്. അങ്ങനെ കുറെ പേര് ചെയ്യില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യാറില്ല. ടീച്ചർ പറയുമ്പോ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ മിസ്സേ, ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവും, എഴുതിയെടുക്കാനും അറിയാം, പക്ഷെ ഇങ്ങനെ പറയാനായിട്ട് കിട്ടില്ല. നമുക്ക് നോക്കാം. നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ. ശരിയാവും. അത് ഓൾമോസ്റ്റ് അത് ശരിയായിട്ട് വരും കേട്ടോ. ഓക്കെ,
എനിക്കും അത് തന്നെയാണ് പ്രശ്നം. ഇങ്ങനെ പറയാൻ മനസ്സിലുള്ളത് കൂടി പിന്നെ പറ്റത്തില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ശ്രമിക്കുമ്പോൾ അതൊക്കെ ചിലപ്പോ കിട്ടും. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടാത്ത പോലെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാറുണ്ടോ? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ? ആ ടെക്സ്റ്റ് ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് വായിക്കാറില്ല. അല്ലാതെ ടെക്സ്റ്റ് ഒക്കെ വായിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ മലയാളമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എഴുതാനും അങ്ങനെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പുസ്തകങ്ങളും വായിക്കാറുണ്ട്. പക്ഷെ ഈ പ്രസന്റ് ചെയ്യാൻ ഒരു വേദിയിലൊക്കെ നമ്മൾ അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അത് പറ്റാത്തൊരവസ്ഥയാണ്. അതിന് ഉള്ളിൽ എന്തോ ഒരു ഭയം, അറിയില്ല, എന്തെങ്കിലും വിചാരിക്കുമോ ചിന്തിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോലും ഇപ്പൊ ഞാൻ അത്രയും പറഞ്ഞപ്പോ പോലും നെമ്മേ ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്താവും വിചാരിക്കുക, ഉള്ള പൊട്ടത്തെറ്റ് മൊത്തം പറയുക. ഇല്ല അങ്ങനെ ഒരു യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻറ് ഇത് വരാനായിട്ട്, അതായത് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. അത് ഇപ്പൊ നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഹിന്ദു പേപ്പറിന്റെ, അതായത് ഹിന്ദു ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഡെയിലി ഉള്ള അപ്ഡേറ്റ്സുകൾ കാണാൻ പറ്റും. അത് വായിക്കുക. പിന്നെ ചില വേർഡ്സ്, ഒരു 5 വേർഡ്സ് എങ്കിലും പുതുതായിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലുള്ള 5 വേർഡ്സ് സ്ഥിരം കളക്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്ന് എന്താ പറയാ, കുട്ടികളോട്, അതായത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളോട് പറയാണ്, ഒരു ചായ എടുത്തോണ്ട് വരുമോ, അല്ലെങ്കിൽ ചായ എടുത്തോണ്ട് വരാൻ പറയില്ലല്ലോ കുഞ്ഞുങ്ങളോട് പറയാണ് ഒരു പേന എടുത്തോണ്ട് വരുമോ അല്ലെങ്കിൽ ബുക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് പകരമായിട്ട് അത് ഇംഗ്ലീഷിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും, അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉർവശി ചേച്ചിയുടെ, ഉർവശിയിലെ, അതിനകത്ത് അവര് ചപ്പാത്തി കറി ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക കേട്ടോ. അത് നമുക്ക് കിച്ചണിൽ തുടങ്ങാം. നമുക്ക് ഓരോ കിച്ചണിലെ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മള് പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്താണോ മലയാളത്തിൽ പറയുന്നത് അത് ജസ്റ്റ് അതിനൊന്ന് കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഗ്രാമർ അല്ലേ, അത് നമുക്ക് ലാസ്റ്റ് ഓൾമോസ്റ്റ് അത് ചേർക്കാം. അത് പ്രോബ്ലം ആവില്ല കേട്ടോ. നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് 5 വേർഡ്സ്, ഇംഗ്ലീഷിലുള്ള 5 വേർഡ്സുകൾ കളക്ട് ചെയ്യാൻ നോക്കുക. ചെറിയ വേർഡ്സിൽ തുടങ്ങി വലിയ വേർഡ്സിലേക്ക് ആദ്യം ചെറിയ വേർഡ്സുകൾ നോക്കുക. എന്നിട്ട് നമുക്ക് വലിയ വേർഡ്സുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ന്യൂസ് പേപ്പർ റീഡിങ്, ഇംഗ്ലീഷിലുള്ള ഒരു ന്യൂസ് പേപ്പർ, ഹിന്ദു ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ഇംഗ്ലീഷിലുള്ള, അതൊന്ന് അതിന്റെ എഡിറ്റോറിയലോ അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് പേജോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തത് ഇക്കാര്യം ഇംഗ്ലീഷില് കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന, അപ്പൊ കണ്ണാടിയിലായാലും അതെ, നമ്മൾ ചെന്ന് തനിയെ പറയുവാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്യില്ലേ? ഇന്നുണ്ടെങ്കിൽ ചെയ്യില്ലേ? ഓക്കെ ആണോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഇപ്പൊ പറഞ്ഞില്ലേ ഈ 5 വാക്ക് ദിവസം, പുതിയ വാക്കുകള് 5 വാക്ക് വെച്ച് പഠിക്കണമെന്ന്. മിസ്സിന്റെ ക്ലാസ്സിൽ എന്നും ചോദിക്കുവോ? അപ്പൊ നമുക്ക് ചോദിക്കും എന്നുള്ള ചില മടിക്കുമല്ലോ. കാരണം നമ്മള് മിസ് ചോദിക്കുമ്പോ നമ്മള് നോക്കിയിട്ടുണ്ടെന്ന് പറയും. ചിലപ്പം നോക്കിയിട്ടുണ്ടാവത്തില്ല. നമ്മൾ മടിക്കും, എല്ലാരും സമയവും എല്ലാം കൂടെ. പക്ഷെ അത് ചോദിക്കും എന്നൊരു ഉറപ്പുണ്ട്. ക്ലാസ്സിൽ നമ്മൾ പറയണം ഇന്ന് പഠിപ്പിച്ചത് എന്താ, അല്ലെ ഇന്ന് നിങ്ങൾ എന്താ നോക്കിയെന്നൊരു ജസ്റ്റ് അങ്ങനെ ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ ചെറിയ 1-2 ആളുകളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. നമുക്ക് 5 മിനിറ്റ് എടുക്കാം. 5 മിനിറ്റിനുള്ളിൽ എത്ര പേർക്ക് വായിക്കാൻ പറ്റും? നമുക്ക് അധികം സമയം സമ്മറൈസ് ചെയ്യാൻ വേണ്ടി 10 മിനിറ്റ് കളയാൻ പോകുന്നുണ്ട്. അപ്പോ നമുക്ക് അധികം സമയം കളയാനില്ല. അപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ എത്ര വേർഡ്സ് നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റും? അത് മതി. മിസ് ആരെ കൊണ്ടാ വായിപ്പിക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കുന്ന നമുക്കുള്ളിൽ ഒരു ബോധമുണ്ട്. ഇപ്പൊ എല്ലാരെ കൊണ്ടും വായിപ്പിക്കണമെന്നില്ല, വായിപ്പിക്കും എന്നൊരു ബോധം. അത് മിസ് പറയുന്ന ആള് ആ സമയത്ത്. അപ്പൊ നമുക്ക് ഓർക്കാം ഇന്ന് ഞാൻ ആവുമോ എന്നുള്ള ഒരു ഇതിൽ നമ്മളത് ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. കാരണം പുതിയ വേർഡ്സ് കുറെ പഠിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിനകത്ത് കുറെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങി ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്ലാസ് എന്റെ വരുന്നത് ഫ്രൈഡേ ആണ് അല്ലെ. അപ്പൊ ഫ്രൈഡേ തുടങ്ങി നിങ്ങള് ന്യൂസ് റിപ്പോർട്ട് വായിക്കണോ? വായിക്കാം. ന്യൂസ് റിപ്പോർട്ട് വായിച്ചോളൂ. ഇംഗ്ലീഷ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വാച്ച് ചെയ്ത് വരാം. നമുക്ക് ആ ഒരു സമയം ആദ്യത്തെ 10 മിനിറ്റും ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ഈ ഒരു വേർഡ്സ് നമ്മൾക്ക്
പുതുതായിട്ടുള്ള വേർഡ്സുകൾ നമുക്ക് വായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ് നമുക്ക് എഴുതാനും സമ്മറി എഴുതാനും 5 മിനിറ്റ് വായിക്കാനും. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആദ്യത്തെ 10 മിനിറ്റ്, ലാസ്റ്റത്തെ 10 മിനിറ്റ്. ഓക്കെ, ബാക്കിയുള്ള സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ്സും ഡിസ്കഷനും നടക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ സമയം കഴിഞ്ഞു. ആരാണ് സൈൻ ഔട്ട് ചെയ്യുക? സൈൻ ഔട്ട് ആരാണ്? ഞാൻ തന്നെ പറയാം മാം. ആ, ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. Okay. Thank you, ma'am, for your guidance and support. You gave us your valuable time with us. And also, dear friends, thank you all who have participated in this class. I hope you all have a great rest of your day. And we can see you in the next class. Thank you, ma'am, and thank you all. Okay, thank you so much. Have a next class. Okay, bye. Bye. Thank you. Ma'am.